സ്വരലയ പാലക്കാടും മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി കൊണ്ടോട്ടിയും സംയുക്തമായി ഇശൽ കലാസന്ധ്യ സംഘടിപ്പിച്ചു. ചെമ്പൈ സ്മാരക സർക്കാർ സംഗീത കോളേജിലാണ് വിവിധങ്ങളായ പരിപാടികൾ നടത്തിയത്. മാപ്പിള കലകൾ ചരിത്രത്തിലും സംസ്കാരത്തിനും സെമിനാർ, ഇശൽ കലാസന്ധ്യ, മാപ്പിള കലകളുടെ അവതരണം എന്നിവ നടന്നു. കാലടി ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയിലെ സീനിയർ പ്രൊഫസർ ലിസി മാത്യു ഉദ്ഘാടനം ചെയ്തു. സ്വരലയ പ്രസിഡന്റ് NN കൃഷ്ണദാസ് അധ്യക്ഷനായി. സ്വരലയ ഇവിടെ വിഭാവനം ചെയ്യുന്നത് എല്ലാ കലകളുടെയും എല്ലാ സംഗീതത്തിൻ്റെയും എല്ലാറ്റിൻ്റെയും സമന്വയമാണ് ഞങ്ങൾ മുമ്പിലേക്ക് വയ്ക്കുന്നതും. അതാണ് സംഗീതവും കലയും മനുഷ്യരുടെ സൗഹാർദ്ദത്തിനുള്ളതാണ്. അതാണ് സ്വരലയ മുമ്പിലേക്ക് വയ്ക്കുന്ന മുദ്രാവാക്യം തന്നെ. ഇങ്ങനെ കേരളത്തിൻ്റെ വൈവിധ്യങ്ങളിൽ പ്രമുഖമായ ഈ കലാമേഖലയെ സംബന്ധിച്ച് പാട്ട്, കലാരൂപങ്ങൾ, സംസ്കൃതി, ഈ മേഖലയിലെ ഇതിനെല്ലാത്തിനെയും ചേർന്ന് ഒരു ചെറിയ തോതിലുള്ള അവലോകനവും ആ മേഖലയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളും എല്ലാം കൂടി ചേർന്നതാണ് ഇന്നത്തെ ഈ സായാഹ്നം നാം ഒരുക്കുന്നത്. ഇതിൽ ഓരോ മേഖലയെയും സംബന്ധിച്ച് നന്നായി വിശദീകരിക്കാൻ സാധിക്കുന്ന പ്രമുഖ വ്യക്തികളും ഈ വേദിയിലുണ്ട്. നിഷാന്ത് പാലക്കാട് മാപ്പിളപ്പാട്ട് അവതരിപ്പിച്ചു. സെമിനാറിൽ ഡോക്ടർ P. സക്കീർ ഹുസൈൻ, ഫൈസർ എളേറ്റിൽ, ബഷീർ ചുങ്കത്തറ എന്നിവർ പ്രഭാഷണം നടത്തി. സംസ്ഥാന സ്കൂൾ യുവജന ഉത്സവങ്ങളിൽ A ഗ്രേഡ് ലഭിച്ചവർക്ക് അനുമോദനവും ഉപഹാര വിതരണവും എന്നിവയും ഉണ്ടായി. ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ മാപ്പിളപ്പാട്ട് എന്നിവയും ഉണ്ടായിരുന്നു. സ്വരലയ സെക്രട്ടറി TR അജയൻ, മാഹിർ കുളപ്പുള്ളി എന്നിവർ പ്രസംഗിച്ചു. അർബനമുട്ട്, ദഫ്മുട്ട്, വട്ടപ്പാട്ട്, ഒപ്പന, മാപ്പിളപ്പാട്ട്, കോൽക്കളി എന്നിവയും അവതരിപ്പിച്ചു. UTV ന്യൂസ്, പാലക്കാട്.